ആള് ഈ തൃശ്ശൂർ പൂരം ഗാലറി കെട്ടി കാണാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അതായത് തൃശ്ശൂർ പൂരം ഗാലറി കെട്ടിയിട്ട് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കൊടമാറ്റാണ് സ്ഥലം. നിങ്ങളിവിടെ നോക്കണം, നേരെ നോക്കുമ്പോഴേ അവിടെ പട്ടാളം റോഡ് എന്ന് പറയുന്ന റോഡ് ഉണ്ടായിരുന്നു. സന്തോഷമൊക്കെ അറിയാൻ പറ്റും. ഒരു കുപ്പിക്കഴുത്തായിരുന്നു അവിടെ. ആ കുപ്പിക്കഴുത്തുള്ളതുകൊണ്ട് തൃശ്ശൂർ പട്ടണത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്കും പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ കുപ്പിക്കഴുത്ത് മാറ്റി അവിടെ ഇപ്പൊ അത് നേരെ മനോഹരമായിട്ടുള്ള ഒരു റോഡാക്കിയത് മാറ്റി. അത് ഈ കോർപ്പറേഷന്റെ കാലഘട്ടത്തിൽ, അത് 10 വർഷം മുന്നേ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടത്, ഇവിടെ ഏതോ ഒരു ആൽച്ചോട്ടിലറ്റൻ സുരേഷ് ഗോപി MP ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നോക്കൂ, ഇതാ നടന്നു പോകുമ്പോൾ ആളുകൾക്ക് റൗണ്ടിന് ചുറ്റും നടക്കുമ്പോൾ മഴ കൊള്ളും. അപ്പൊ അത് ആള് ഈ തൃശ്ശൂർ പൂരം ഗാലറി കെട്ടി കാണാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അതായത് തൃശ്ശൂർ പൂരം ഗാലറി കെട്ടിയിട്ട് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. തൃശ്ശൂർ പൂരം കാണാൻ ഗാലറി കെട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ വലിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, നമുക്ക് പരിശോധിക്കും. അത് നിങ്ങളിപ്പോ സുരേഷ് ഗോപി BJP ലീഡ് ചെയ്തിട്ടുള്ള എല്ലാ പിന്നെ കോർപ്പറേഷനിലെ മണ്ഡലങ്ങളെ ലീഡ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ പഞ്ചായത്തുകളൊക്കെ അവരാണ് ലീഡ് ചെയ്തത്. ഇത്തവണ നിങ്ങൾ നോക്കിക്കോളൂ. ശരിയാ, ഇത്തവണ നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ അങ്ങനെ ഇടതുപക്ഷ പഞ്ചായത്തുകളിൽ അവർ വീണ്ടും ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ നോക്കിക്കോ, ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു കാരണവശാലും അവിടെ ലീഡ് ചെയ്യാൻ പോകുന്നില്ല. സന്തോഷേട്ടൻ മുംബൈയിൽ താമസിച്ചിട്ടുണ്ട്, അപ്പുറത്ത് കൊൽക്കത്തയിൽ താമസിച്ചിട്ടുണ്ട്, പല നഗരങ്ങളിൽ, ഇന്ത്യയിൽ പല സ്ഥലത്ത് പോയിട്ടുണ്ട്, പൂനെയിൽ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നൊക്കെ പല കാഴ്ചകളും കണ്ടല്ലോ. അപ്പൊ ഈ സ്ഥലങ്ങളും കേരളം തമ്മിലുള്ള ഒരു വ്യത്യാസം പ്രധാനമായിട്ട് ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിന്റെ വ്യത്യാസം വെച്ചാൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ വീടുകള് ഇതേപോലെ ഭംഗിയുള്ള വീടുകള് കേരളത്തിലെ വെളിയിലെ എവിടെയും കിട്ടില്ല. പച്ചപ്പ് ഒരുപക്ഷെ കർണാടകയുടെ സൗത്തിലൊക്കെ കാണാമെന്നല്ലാതെ പൊതുവെ കാണില്ല. ഒരുപക്ഷെ ബംഗാളിലെ ഏരിയയൊക്കെ നിങ്ങൾ പോയിണ്ടാവില്ല, അവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ ഒന്നും വീടുകളില്ല. ഇതൊരുപക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിനൊരു 60കൾ തൊട്ട് കിട്ടിയ ഒരു ഗൾഫ് സൗഭാഗ്യം എന്നും കൂടി വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാശൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വീടുകളിലാണ് ഇറക്കിയിട്ടുള്ളത്. നഗര കേന്ദ്രീകൃതമാണ് വിദ്യാഭ്യാസം, ആളുകളൊക്കെ. നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടില്ലല്ലേ. നമുക്ക് ഒന്നാമത്തെ കേരളത്തിലൊരു ഗ്രാമം എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാണ്ടായി. ഇതൊരു കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ കാസർഗോഡ് തൊട്ട് നഗരത്തിന്റെ തുടർച്ചയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റെങ്കിലും ഇല്ലാത്തൊരു ചെറിയ ഗ്രാമം പോലും ഇല്ലാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞിട്ട് വയോജന സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സമൂഹം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൊണ്ടുവരും. അത് തീർച്ചയായിട്ടും പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം. അത് വരണം. പിന്നെ നമുക്ക് ഇവിടെ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം. അത് ഇപ്പോഴുള്ള പണ്ടേ തൊട്ട് നമുക്ക് പറയാം, നമുക്കൊരു വലിയ ഇൻഡസ്ട്രി കൊണ്ടുവരാനുള്ള സാഹചര്യം സാമൂഹികമായിട്ടോ ഒന്നുമുള്ള ഇതില്ല. എത്ര അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ IT പോലെയോ AI പോലെയൊക്കെയുള്ള വലിയ പരിസ്ഥിതി ദോഷം ചെയ്യാത്ത വ്യവസായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ പുറത്തേക്ക് പോകുന്ന യുവസമൂഹം, യുവജനത ഇവിടെ നിൽക്കാനുള്ളൊരു സാധ്യത കുറച്ചൊക്കെ ഉണ്ടാവും. മുഴുവൻ നടക്കൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിൻ്റെ പ്രശ്നമല്ല. അത് കാലകാലമായിട്ട് നമ്മൾ പുറത്ത് നോക്കി നടക്കുന്ന ആളുകളാണ്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെ ഇപ്പോൾ പല വലതുപക്ഷ വർഗീയ സംഘടനകളായിട്ടുള്ള ആളുകൾ പോലും അവർ പ്രധാനമായിട്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഒരു എയർബഡ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ സാധാരണ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുകൊടുക്കുന്ന മുമ്പ് ഇത്ര ആളുകൾ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ അക്കാര്യത്തിലൂടെ ഒരു മത്സരം ഉണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പൗരന് പല രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. നല്ല ചികിത്സ കിട്ടാനുള്ള അവകാശങ്ങൾ, അതുപോലെ നല്ല വെള്ളം കിട്ടാനുള്ള അവകാശം, നല്ല പാർപ്പിടം കിട്ടാനുള്ള അവകാശം. അപ്പോൾ ആ അവകാശത്തെ പറ്റിയുള്ളൊരു ഏറ്റവും ഉയർന്ന ബോധമുള്ള സ്ഥലമായതുകൊണ്ട് ഒരാൾക്ക് പെട്ടെന്നൊരു വീട് വെക്കണം, വീടിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്ക് വീടില്ല, ഒരു വാർത്ത വരുമ്പോഴേക്കും അയാൾക്ക് വീട് കൊടുക്കാൻ ആൾ തയ്യാറാവുക. നിങ്ങൾക്ക് ബീഹാറിൽ അങ്ങനെ ഒരു വാർത്ത വന്നാൽ നിങ്ങൾക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു വീട് കൊടുത്ത് അവസാനിക്കുന്ന കേസല്ല അവിടുത്തെ കേസ്. വീടില്ലാത്തവർ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അത് സർക്കാരും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളൊക്കെ കൂടി ഒരു വലിയൊരു
ലെവലിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞ പോലെ പകൽ വീടുകളായിക്കോട്ടെ, അനാഥ മന്ദിരങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ഒട്ടനവധി മേഖലകളിലും കൂടി നമ്മുടെ കേരളം വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോൾ സന്തോഷ് പറഞ്ഞ പോലെ ഞാൻ പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയം പറയുന്നു. ഞാനിപ്പോ അതല്ല പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കല, ഞാൻ എനിക്ക് രാഷ്ട്രീയം പറയണല്ലോ. അതായത് ഇപ്പൊ അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം വെച്ചാല് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ 1957 ഗവൺമെന്റ് ഞങ്ങൾ ആദ്യം ചെയ്തത് ഭൂപരിഷ്കരണ നിയമം ഞങ്ങൾ നടപ്പാക്കിയത്. അപ്പോൾ അത് ബീഹാറിൽ നടപ്പാക്കിയിട്ടില്ല. ഞങ്ങളന്ന് ആദ്യം നടപ്പാക്കിയത് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാനാണ് 10ാം ക്ലാസ് വരെ. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ 10ാം ക്ലാസ് പാസ്സാവാൻ തുടങ്ങിയത്. ഗവൺമെൻറ് LDF ഗവൺമെൻറ് കാലത്താണ് ഞങ്ങൾ സാക്ഷരതാ മിഷൻ കൊണ്ടുവന്നത്. എല്ലാ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആരംഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്താണ്. എല്ലായിടത്തും മാവേലി സ്റ്റോർ ആരംഭിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ കാലത്താണ്. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹ്യ വീക്ഷണത്തോടു കൂടിയിട്ടുള്ള വികസന പരിപാടികൾ അതും കൂടെ ചേർത്ത് ഇവിടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വലിയ മുൻഗണന കൊടുത്തു. പെൻഷൻ കൊടുക്കുന്നതിന് ആൾ കളിയാക്കും, പിന്നെ ഈ എതിരാളികൾ കളിയാക്കുന്നുണ്ട് 2000 രൂപ കൊടുക്കുന്നത്. നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറയുന്നത് അവൻ്റെ ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്നുള്ളതിൻ്റെ പോക്കറ്റിൽ പണം ഉണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദരിദ്രരായ ആളുകൾക്കൊരു കൃത്യമായ പണം അവർക്ക് എത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അവരുടെ എക്സ്ചക്കറിൽ നിന്ന് ആ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. അതിവിടെ കറക്റ്റായി നടക്കുന്ന സ്ഥലമാണ്. പിന്നെ അവരുടെ വരുമാനത്തിനനുസരിച്ച് അവൻ്റെ ഡിഗ്നിറ്റിയോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മാവേലി സ്റ്റോറാണെങ്കിലും മറ്റു കാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയും, കിഡ്നി മാറ്റിവെക്കാൻ കഴിയും, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിയുന്ന മെഡിക്കൽ കോളേജിൽ നമ്മുടെ കേരളത്തിലുണ്ട്. അതൊക്കെ കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിങ്ങൾക്ക് സേവനം കിട്ടും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നിങ്ങൾക്ക് സേവനം കിട്ടും, താലൂക്ക് ആശുപത്രിയിൽ നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി സേവനം കിട്ടും, ജില്ലാ ആശുപത്രിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട സേവനം കിട്ടും. അപ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ലഭ്യമാകുന്നു എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലെ വികസനം അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ. ഇപ്പോൾ നമുക്ക് ഓരോ ഫെസിലിറ്റീസ്, അപ്പോൾ ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നേറ്റം ലോകത്ത് നടത്തുമ്പോഴും ബീഹാറിലെയോ പിന്നെ UP യിലോ അവർക്കത് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന സോഴ്സ് അവർക്കില്ല. അപ്പോൾ ഗവൺമെൻറ് വഴി ഇത് കൊടുക്കുമ്പോൾ ആളുകൾക്കെല്ലാം അത് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വരുമാനത്തിനനുസരിച്ച് എല്ലാവരും ജീവിക്കുന്നത്. കാരണം വരുമാനത്തേക്കാൾ കൂടുതൽ സൗകര്യത്തോടു കൂടി ഒരു പൗരന് ജീവിക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പോളിസി ഇവിടെ കാലങ്ങളായിട്ട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട്, ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ തന്നെ നടപ്പാക്കി. ഞാൻ പറയുന്നത്, ഞാൻ രാഷ്ട്രീയം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LDF ഭരിച്ചിട്ടുള്ള പിന്നെ ഭരിക്കുന്ന സ്ഥലത്തല്ലാത്ത സ്ഥലങ്ങൾ അത് കിട്ടാത്തതുകൊണ്ടാണ്. അവിടെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 49 പേര് ചുമര മരുന്നിൽ വിഷം കലർന്ന് മരിച്ചു കുട്ടികൾ. കേരളത്തിലാണെങ്കിൽ പറ്റുമോ? മന്ത്രിസഭ ഉണ്ടാവുമോ? 49 പേര് ചുമമരുന്ന് കഴിച്ച് മരിച്ചാൽ ഇവിടുത്തെ വീണ ജോർജിനല്ല, സഖാവ് പിണറായി വിജയനെ പോലും മന്ത്രിയെ തുടരാൻ പറ്റില്ല, രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആ നിലവാരം നമ്മുടെ കേരളം ആർജിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾക്ക് പോവോ, BJP പിടിക്കുമോ? അല്ല, എല്ലാ പിന്നെ ഞാൻ ഇവിടുത്തെ സംഗതി BJPയോട് കഴിഞ്ഞ മനസ്സിൽ തോറ്റൊരാളാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത്തവണ ഉറപ്പിച്ച് പറയും, ഇത്തവണത്തെ അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ട. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും മുൻകാലത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യം നടത്തും. ശരി ശരി ശരി, താങ്ക് യു. അപ്പോൾ എന്തായാലും വോട്ടർ സെക്രട്ടറി ഡയറിയോട് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് കുമാറും VS സുനിൽകുമാറും സംസാരിച്ചു. തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്. എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ് തൃശ്ശൂരിൽ നിന്ന് അടുത്ത ഇടത്തേക്ക്.